നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. പതിറ്റാണ്ടുകളായി പശ്ചാത്തല സാമൂഹിക വികസന രംഗത്ത് തിരൂരങ്ങാടി നഗരസഭാ നിവാസികൾ അനുഭവിക്കുന്ന മുരടിപ്പിന് ജനകീയ ബദലിലൂടെ പരിഹാരം തേടി ടീം പോസിറ്റീവ് പ്രഖ്യാപന കൺവെൻഷൻ ചെമ്മാട് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നഗരസഭയിലെ 40 ഡിവിഷനുകളിലെ പ്രത്യേക ക്ഷണിതാക്കളായ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ടീം പോസിറ്റീവ് പ്രഖ്യാപന കൺവെൻഷൻ ഡോക്ടർ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. അവരെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള മനോബലത്തിലേക്ക് വീണ്ടും അവരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. നമുക്കറിയാം, ഇച്ഛാശക്തിയുള്ള ഭരണകർത്താവ് ഒരു നാട്ടിൽ വന്നാൽ, ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നടക്കും. ഒരു ചരിത്ര പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടുന്ന തിരൂരങ്ങാടിയിൽ എന്താണ് ആ ചരിത്ര പൈതൃകം നിലനിർത്താൻ വേണ്ടി ഈ മുനിസിപ്പാലിറ്റി ഇനിവരെ ചെയ്തിട്ടുള്ളത്? തദ്ദേശ സ്ഥാപനങ്ങളല്ലേ അത് ചെയ്യേണ്ടത്? അവരുടെ മുന്നിലല്ലേ അതൊക്കെ നടക്കേണ്ടത്? പൂക്കോട്ടൂർ യുദ്ധമുണ്ടായി. അതൊക്കെ 921 ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ചെറിയ ചെറിയ അനുബന്ധ പരിപാടികളാണ്. അവിടെ സ്മാരകം പണി. തിരൂരങ്ങാടിയിൽ എന്ത് സ്മാരകമാണ് നമുക്ക് പണിത്? ഒരു സ്മാരകവും അതുമായി ബന്ധപ്പെട്ട് പണിയില്ല. അപ്പോൾ തിരൂരങ്ങാടിയുടെ ചരിത്രം തന്നെ കുറച്ചുകൂടി കാലം കഴിയാൻ നിഷ്കാസിതമാക്കാൻ വേണ്ടി പോവുകയാണ്. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ അതിനൊക്കെ ഇടതുപക്ഷത്തിന് മുൻകൈയുള്ള ഒരു മുന്നണി ഇവിടെ അധികാരത്തിൽ വന്നാൽ അതിന് സാധിക്കും. ന്യായമായതും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, ഭരണ സംവിധാനം ഇവിടെ വരുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ളതിനെയും ഇവിടെ രൂപം കൊള്ളുന്ന ജനകീയ കൂട്ടായ്മയായ ടീം പോസിറ്റീവ് ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. CP നോഫൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയൻ നിർവഹിച്ചു. നിലപാടുകളും കൃത്യമായ രാഷ്ട്രീയവും ഇന്നുള്ള പോരായ്മകളിൽ നിന്ന് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ടീം പോസിറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. നമുക്കറിയാം, തദ്ദേശ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ആ ത്രിതല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലൊക്കെ, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ വല്ലാതെ മുമ്പോട്ട് പോകാൻ എനിക്ക് തോന്നുന്നത്, ഇപ്പുറത്ത് KT ജലീൽ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒരു അല്പമെങ്കിലും നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നി തുടങ്ങി. പരാജയം ഏറ്റുവാങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് തുടർന്ന് ഇങ്ങോട്ട് മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സ്വതന്ത്രരായി, സമ്പൂർണ്ണ സ്വതന്ത്രരായി മത്സരിച്ച ആളുകളൊക്കെ ജയിച്ചു വരികയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 6000 ചില്ലാനം വോട്ടിനാണ് നമ്മൾ തോൽക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇത് നമുക്ക് അസാധ്യമല്ല. പറയുമ്പോൾ ഇവിടുത്തെ ഓരോ പഞ്ചായത്തുകളും എടുത്തു നോക്കിയാൽ നമ്മുടെ കണ്ണെന്നെ തള്ളും. ഇതൊക്കെ എന്തെങ്കിലും നടക്കുമോ? നമുക്കെന്നെ പോയി തോന്നും. മറ്റാദ്യ പഞ്ചായത്തുകളാണ് തിരൂരങ്ങാടിയിൽ ഓരോ പഞ്ചായത്തും. അതിലൊക്കെ വലിയ മാറ്റമുണ്ട്. ജനങ്ങൾ മാറ്റത്തോടൊപ്പം ഉണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുകളാണ് എനിക്ക് എപ്പോഴും ഓർമ്മ പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പലരോടും. ഇപ്പം എനിക്ക് നിങ്ങളോടുണ്ടാവും, നിങ്ങൾക്ക് എന്നോടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന പലർക്കും പലരോടും വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണം, വ്യത്യസ്തമായ വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാടിനോട് വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല.
നമ്മുടെ നാടിനോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ട്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും വലതുപക്ഷം ആക്രമിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമാണത്. പ്രസക്തമല്ലേ? CPI മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗം നിയാസ് പുളിക്കലകത്ത് ടീം പോസിറ്റീവ് മുന്നണിയുടെ പതാകയുടെ പ്രകാശനം നിർവഹിച്ചു. നയരേഖ അവതരണം INL സംസ്ഥാന സെക്രട്ടറി അംഗം CP അൻവർ സാദത്ത് നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ കക്ഷി നേതാക്കളായ NCPS പ്രതിനിധി P മധു, JDS പ്രതിനിധി KC നാസർ, RJD പ്രതിനിധി M സിദ്ധാർത്ഥൻ, കോൺഗ്രസ് S പ്രതിനിധി നാസർ പുൽപ്പറ്റ, PDP പ്രതിനിധി ഇബ്രാഹിം തിരൂരങ്ങാടി, ആം ആദ്മി പാർട്ടി പ്രതിനിധി ഷമീം ഹംസ, നാഷണൽ ലീഗ് പ്രതിനിധി M ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു. MP ഇസ്മായിൽ സ്വാഗതവും നൌഫൽ തടത്തിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.